ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ ജയന്തിയെ സമീപിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധേയമായ ഒരു കവിത ഓർമ്മയിലേക്ക് കടന്നു വരികയാണ്. കവിതയുടെ ഓർമ്മയിലുള്ള വരികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാൻ ശ്രമിക്കാം. കവി ഉണ്ണിക്കണ്ണനെ കണ്ടുമുട്ടുകയാണ്. ഇവിടെ ഉണ്ണിക്കണ്ണൻ സുസ്മേരവദനനല്ല, വിഷാദമഗ്നനായി നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെയാണ് കവി കാണുന്നത്. ഉണ്ണിക്കണ്ണൻ അങ്ങനെ ഒരു ഭാവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. കാരണം ഭാഗവത കഥയിലും ശ്രീകൃഷ്ണ ചരിതത്തിലും നാം കാണുന്ന കണ്ണൻ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടാണ് നിലകൊള്ളുന്നത്. ശ്രീകൃഷ്ണന്റെ ജീവിതയാത്രയിലൂടെ സഞ്ചരിച്ചാൽ ഭഗവാന്റെ ജീവിതയാത്രയില് കൽത്തുറുങ്കിനകത്തമ്മ കണി കണ്ട ദിനം മുതൽ കാട്ടാളൻ എയ്ത കണയാൽ കാൽത്താർ വീണ്ട ദിനം വരെയുള്ള ആ ജീവിതഗാഥയിൽ മുഴുവൻ ഭഗവാൻ സുസ്മേരവദനായിട്ടാണ് നിലകൊണ്ടിട്ടുള്ളത്. കുചേലനെ കാണുന്ന സമയത്ത് കുചേല സമാഗമത്തിന്റെ ആ ധന്യവേളയില് ആനന്ദ കണ്ണീർ പൊഴിക്കുന്ന കണ്ണനെ കണ്ടുകൊണ്ട് കവി പാടുന്നുണ്ട്. എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്ന്. ഇവിടെ ഈ കവിവാക്യവും അസന്നിഗ്ധമായി നമുക്ക് പറഞ്ഞു തരുന്നത് കണ്ണൻ എപ്പോഴും സന്തുഷ്ടനായിട്ടാണ് നിലകൊണ്ടിട്ടുള്ളത് എന്നാണ്. അതാണ് ശ്രീകൃഷ്ണ ഗാഥ, ശ്രീകൃഷ്ണ ചരിതം നമുക്ക് പകർന്നു തരുന്ന പാഠം. എന്നാൽ ഇവിടെ കവി കാണുന്ന കണ്ണൻ വിഷാദ മഗ്നനായിരിക്കുന്ന കണ്ണനാണ്. കവികളുടെ ഭാവനയിൽ മാത്രമാണ് കണ്ണൻ അങ്ങനെ കടന്നു വരിക. കവി പറയുകയാണ്, കവി ചോദിക്കുകയാണ് കണ്ണനോട്, ഉണ്ണിക്കണ്ണനോട് ചോദിക്കുകയാണ് കവി, വൃന്ദാവനത്തിലെ കണ്ണ നിന്റെ മന്ദസ്മിതം എങ്ങുപോയി? മന്ദസ്മിതം മുഖത്ത് കാണാത്ത കണ്ണൻ, അങ്ങനെയുണ്ടോ ഒരു കണ്ണൻ? കണ്ണന്റെ മുഖത്ത് എപ്പോഴും മന്ദസ്മിതമാണ്. കവി കാണുന്ന കണ്ണന്റെ മുഖത്ത് മന്ദസ്മിതം കാണാത്തത് കൊണ്ട് അത്ഭുതം കൂറിയ കവി കണ്ണനോട് ചോദിക്കുന്നു, വൃന്ദാവനത്തിലെ കണ്ണ നിന്റെ മന്ദസ്മിതം എങ്ങുപോയി? കണ്ണന്റെ മറുപടി എന്താണ്? വൃന്ദാവനത്തിൻ മുഖത്തും നോക്കൂ, ദുഃഖം തളം കെട്ടി നിൽക്കൂ. വൃന്ദാവനത്തിന്റെ മുഖത്ത്, താൻ നിലകൊള്ളുന്ന സമൂഹത്തിലുള്ള ദുഃഖമാണ് തന്റെ മുഖത്ത് പ്രതിഫലിക്കുന്നത് എന്നാണ് കണ്ണന്റെ മറുപടിയിലൂടെ അനാവൃതമാകുന്നത്. കാലിയമേയ്ക്കുന്ന കോലും കണ്ണ നീ എന്തേ ദൂരത്തെറിഞ്ഞു? കുട്ടികള് ദേഷ്യം വരുന്ന സമയത്ത് കയ്യിലുള്ള കളിപ്പാട്ടങ്ങളാകട്ടെ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കളാകട്ടെ എന്തുമാകട്ടെ, കുട്ടികൾക്ക് അതിനെക്കുറിച്ച് ധാരണയുണ്ടാവില്ല. അവരത് ദേഷ്യം പിടിച്ച് ദൂരേക്ക് വലിച്ചെറിയും. അതുപോലെ കാലിയമേയ്ക്കുന്ന കോല് ദൂരേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്ന ദേഷ്യം പിടിച്ചിരിക്കുന്ന കണ്ണനെയാണ് കവി കാണുന്നത്. കാലിയെ മേയ്ക്കുന്ന കോലും കണ്ണ നീ എന്തേ ദൂരത്തെറിഞ്ഞു? കാലിക്കിടാങ്ങൾ കശാപ്പുശാല തോറും പിടഞ്ഞു മരിപ്പൂ. കാലിക്കിടാങ്ങൾ കശാപ്പുശാലയിൽ പിടഞ്ഞു മരിക്കുന്നതിലുള്ള പ്രതിഷേധമാണ് കണ്ണൻ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് കാലിയെ മേയ്ക്കുന്ന കോല് വലിച്ചെറിഞ്ഞു നിൽക്കുന്ന, ദേഷ്യം പിടിച്ചു നിൽക്കുന്ന കണ്ണനെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്, കവിഭാവന ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ നിരവധിയായ ചോദ്യങ്ങളിലൂടെ ഓരോ ചോദ്യത്തിനും കണ്ണൻ പറയുന്ന മറുപടി സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണ്. നിലവിലുള്ള സാമൂഹ്യ സാഹചര്യങ്ങളുടെ ഒരു പ്രതിഫലനമാണ് കണ്ണന്റെ പ്രതിഷേധമായിട്ട് ഇതിൽ വിരിയുന്നത്. കണ്ണനും കവിയും തമ്മിലുള്ള ഈ സംവാദം തുടർന്നു പോകുന്ന സമയത്ത് കണ്ണൻ ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു ഭാവത്തിൽ നിലയുറപ്പിക്കുന്നത് കണ്ടിട്ട് കവി കണ്ണനെ തൊട്ടുണർത്താൻ ശ്രമിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, രാധിക നീളുന്ന കണ്ണാൽ നിന്നെ ധ്യാനിച്ചിരിക്കയല്ലേ? ആ വൃന്ദാവനത്തിലെ രാധികയെ കുറിച്ച് കണ്ണനെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ കണ്ണൻ മറുപടി പറയുന്നു, ഞാൻ അറിയുന്നിതാ ദുഃഖം, പക്ഷേ രാസകേളിക്കില്ല നേരം. കണ്ണൻ വാചാലനാവുകയാണ് പിന്നീട് കവിയോ. ധർമ്മം ക്ഷയിക്കുകയല്ലോ ഭൂവിൽ, ദുഷ്ടകർമ്മം ജയിക്കുകയല്ലോ. വാക്കു പാലിക്കുവാൻ കാലം വന്നു മുട്ടി വിളിക്കയാണ് എന്നെ. എന്നെ കാലം വാക്കു പാലിക്കാൻ വന്ന് മുട്ടി വിളിക്കുകയാണ്. എന്താണ് വാക്ക്? ഇവിടെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് കണ്ണൻ അർജുനനോട് പറഞ്ഞ ആ വാക്കുണ്ട്, പരിത്രാണായ ച സാധൂന വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മ സംസ്ഥാപനത്തിനായി താൻ യുഗം തോറും അവതരിക്കും. ഇതാ ഇപ്പോൾ ഈ സമൂഹത്തില് ധർമ്മത്തിന് അപജയം സംഭവിച്ചിരിക്കുന്നു. അധർമ്മത്തിന്റെ വിളയാട്ടമാണ് എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ പരിച്ഛേദമാണ്, അതിന്റെ പ്രതിഫലനമാണ് കണ്ണന്റെ മുഖത്ത് രോഷമായും സങ്കടമായും പ്രതിഷേധമായും പ്രതിഫലിക്കപ്പെടുന്നത്. അപ്പോൾ
തുടർന്ന് വാചാലനാകുന്ന കണ്ണൻ കവിയോട് പറയുകയാണ്, ചോദ്യകർത്താവായ കവിയോട് കണ്ണൻ മറുപടി പറയുന്നതായി കവി നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. വാക്കുപാലിക്കുവാൻ കാലം വന്നു മുട്ടി വിളിക്കയാണ് എന്നെ. അതുകൊണ്ട് എന്റെ മുന്നിലുള്ള പ്രഥമമായ കർത്തവ്യം ധർമ്മ സംസ്ഥാപനമാണ്. അതുകൊണ്ട് ചമ്മട്ടി ഏന്തി ഞാൻ വീണ്ടും കുരുക്ഷേത്രത്തിലേക്ക് ഇറങ്ങട്ടെ. ഞാൻ വീണ്ടും ആ ഗീതോപദേശത്തിന്റെ വേളയിൽ താൻ പറഞ്ഞതുപോലെ വീണ്ടും ചമ്മട്ടി ഏന്തി കുരുക്ഷേത്രത്തിലേക്ക്, ഈ സമൂഹമാകുന്ന കുരുക്ഷേത്ര ഭൂമിയിലേക്ക് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കവിയുടെ നേരെ തിരിയുകയാണ് കണ്ണൻ. കവിയോടൊപ്പം ശ്രോതാക്കളുടെ, അനുവാചകരുടെ, സഹൃദയരുടെ നേരെ തിരിയുകയാണ് കണ്ണനും കവിയും. മുഴുവൻ സമൂഹത്തോടും പറയുകയാണ്, കണ്ണനും കവിയും ഒരുമിച്ച് ചമ്മട്ടി ഏന്തി ഞാൻ വീണ്ടും കുരുക്ഷേത്രത്തിലേക്ക് ഇറങ്ങട്ടെ. പാർത്ഥരായെത്തുവിൻ നിങ്ങൾ. ചമ്മട്ടി ഏന്തി കുരുക്ഷേത്ര ഭൂമിയിലേക്ക് എത്തുമ്പോൾ അവിടെ ആയുധമേന്തി അർജുനൻ വേണം. ശ്രീകൃഷ്ണ ഭഗവാൻ തേര് തെളിക്കുകയാണ് ചെയ്യുന്നത്. യുദ്ധം ചെയ്യേണ്ടത് അർജുനനാണ്. അപ്പോൾ അർജുനനായി നിന്ന് അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്യാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമാണ് എന്നാണ് ഇവിടെ കണ്ണൻ ആഹ്വാനം ചെയ്യുന്നത്, കവി ആഹ്വാനം ചെയ്യുന്നത്. വാക്കുപാലിക്കുവാൻ കാലം വന്നു മുട്ടി വിളിക്കയാണ് എന്നെ. ചമ്മട്ടി ഏന്തി ഞാൻ വീണ്ടും കുരുക്ഷേത്രത്തിലേക്ക് ഇറങ്ങട്ടെ. പാർത്ഥരായെത്തുവിൻ നിങ്ങൾ. ഓരോ വീട്ടിലും ഓരോരോ പാർത്ഥർ, ഓരോ വീട്ടിൽ നിന്നും ഓരോ അർജുനന്മാരുണ്ടാകട്ടെ ധർമ്മത്തിനു വേണ്ടി യുദ്ധം ചെയ്യാൻ. ധർമ്മം ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ വൃന്ദാവന ഉത്സവം എങ്ങും. ധർമ്മ സംസ്ഥാപനം സാധ്യമായാൽ, സമൂഹത്തിൽ നിന്ന് അധാർമികതയെ നീക്കം ചെയ്യാൻ സാധിച്ചാൽ, ധർമ്മത്തെ പുലർത്തുവാൻ സാധിച്ചാൽ എങ്ങും വൃന്ദാവന ഉത്സവം കളിയാടും. അപ്പോൾ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം കളിയാടും. എല്ലാവരുടെയും മുഖത്ത് സന്തോഷം കളിയാടുമ്പോഴാണ് കണ്ണന്റെ മുഖത്ത് സന്തോഷം കാണാനാവുക എന്ന സന്ദേശമാണ് ഈ കവിതയിലൂടെ കവി നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ സന്ദേശത്തെ ഈ ശ്രീകൃഷ്ണ ജയന്തിയുടെ ധന്യവേളയിൽ നമുക്ക് ഉൾക്കൊള്ളാം. ഹരേ കൃഷ്ണ.